ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെയുള്ള ഒരു ദിവസമായിരുന്നേ. ഇത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അന്നത്തെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കാൻ പോണ. അപ്പോൾ പതിവ് പോലെ രാവിലെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി ഇട്ട്. ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ ബീഫാണ് വെക്കണം. നമ്മളിവിടെ സ്ഥിരം എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ കൂടുതലും ചിക്കനാണ് വാങ്ങിക്കണം. ഇവിടെ എല്ലാവരും ചിക്കൻ്റെ ആൾക്കാരാണ്. കൂടുതലും ചിക്കനാണ് വാങ്ങിക്കണം. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ബീഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ബീഫ് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും ഒരു ഗ്ലാസ് ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ കാപ്പി കഴിച്ചില്ല, വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മെയിൻ സാധനം കിഴങ്ങ്. ഇവിടെ കിഴങ്ങാണ് കേട്ടോ. മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും കിഴങ്ങ് നിർബന്ധമാണ്. എൻ്റെ വീട്ടിലെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കിഴങ്ങ് അതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇന്നെല്ലാം നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വേവിക്കണത്. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ബീഫും കിഴങ്ങും പിന്നെ വിചാരിച്ച് ബീൻസ് തോരനും അതുപോലെ പപ്പടമുണ്ട്, അതും കൂടിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ ഇന്ന് ആൾ കുറവാണ്. ഞാനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്ര മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ പുറകിൽ ഒരു ചാക്ക് കാണാം. അതാരും ശ്രദ്ധിക്കേണ്ട, ഇത് നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർക്ക് കൊടുക്കണം. പ്ലാസ്റ്റിക്കാണ്, അതാണ്. അപ്പോൾ ബീഫിനെ കുറച്ച് വലിയ പീസായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മൾ കട്ട് ചെയ്യണ കട്ടിംഗ് ബോർഡില്ലേ, അത് ഇവിടെ ഫുള്ള് നോക്കി കണ്ടില്ല. പിന്നെ എനിക്ക് നോക്കാനുള്ള ക്ഷമയും ഇല്ലായിരുന്നു. പിന്നെ ഈ തടിയില സ്പൂണുണ്ടല്ലോ, അത് ഒരു ഉപയോഗം ഇല്ലാതെ കുറേ നാളായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. ചെറിയ ചെറിയ പീസൊക്കെ ആക്കി കട്ട് ചെയ്തെടുത്തേ. പിന്നെ ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് ഉലുവ പൊടിക്കാത്ത ഉലുവയില്ലേ, അതും കൂടി ഇടാൻ. ഞാൻ അത് വേണ്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല, രണ്ടും കൂടെ ഇട്ടുമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി എങ്ങാനും ബീഫ് ശരിയായില്ലെങ്കിൽ ഞാൻ ഉലുവ ഇടാത്തതുകൊണ്ടാണല്ലോ ശരിയാവാത്തതെന്ന് പറയൂലേ. അങ്ങനെ ഞാൻ കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ ഉപ്പിട്ടു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അമ്മ ചെറിയ ഉള്ളിയും കൊണ്ടിട്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചു. ശരിക്കും വീട്ടിൽ അമ്മ ഉള്ള ദിവസം എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല ഇതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും. എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പഴം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് വിശപ്പായി. പക്ഷേ എനിക്ക് അന്ന് ദോശ എന്തോ ആയിരുന്നു, പക്ഷേ എനിക്ക് ദോശ തിന്നാനൊരു മൂഡില്ലായിരുന്നു. അങ്ങനെ പഴം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് നമ്മുടെ പൂവമ്പഴം. ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? പൂവമ്പഴവും അതുപോലെ നാണിപ്പൂവൻ പഴം രണ്ടും തിരുവനന്തപുരത്ത് അങ്ങനെ പറയും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. ഞാൻ രണ്ടും രണ്ടാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും സംഭവം രണ്ടും രണ്ട് അല്ല, ഒന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച് ഈ പൂവമ്പഴവും നാണിപ്പൂവൻ പഴവും രണ്ടും സെയിം ആണെന്നാണ്, രണ്ടും രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കിഴങ്ങ് ഞാൻ അടുപ്പിലാക്കി, ചോറും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കണം. സമയം ശരിക്കും നല്ല ലേറ്റായി പോയി കേട്ടോ, നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ചൊക്കെ പറകിയൊക്കെ അങ്ങ് വെച്ച്. പിന്നെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇവിടെ എൻ്റെ മോന് അവന് പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അവന് പപ്പടം മാത്രം മതി. കൊച്ചു പിള്ളേർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, പപ്പടം എല്ലാവർക്കും പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പപ്പടമൊക്കെ കാച്ചി അതെല്ലാം റെഡിയാക്കി വെച്ച്. ശരിക്കും ബീഫ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല കിടിലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെനിക്കാണെങ്കിൽ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളതുകൊണ്ട്
കുറച്ച് കട്ടിയായിട്ട് ഹാർഡായിട്ടിരുന്ന് എന്നെക്കൊണ്ട് പറ്റില്ല. നല്ല കമ്പ്യൂട്ടർ ഇട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരാൾ വന്ന് അങ്ങനെ ഇവിടെ ഇതാ ബീഫ് വെക്കാൻ പോണത് ഇനി എൻ്റെ അമ്മയാണ്. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ശരിക്കും വെച്ചത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ തേങ്ങ മറ്റേ നമ്മൾ കുഞ്ഞായിട്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടിട്ട് വറുത്തെടുക്കൂലേ, അങ്ങനെ ചെയ്ത്. ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഇത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഞാൻ ഇങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴമ്മ വന്ന് പറഞ്ഞ് ഇത് ബീഫിനാണോ ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും സംഭവം ഓർക്കണത് തന്നെ. അങ്ങനെ പിന്നെ ഞാൻ അത് ബീഫിൻ്റെ കണക്കിന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തു. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം ഇട്ട്, പിന്നെ എന്താ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടില്ല, മഞ്ഞൾപ്പൊടി നമ്മൾ മറ്റേ ബീഫിൽ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പൊടികളും കാര്യങ്ങളെല്ലാം ഇട്ട് റെഡിയാക്കി എടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊളി ബീഫായിരുന്നു. അതുമല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൂടുതലും ചിക്കൻ്റെ ആൾക്കാരാണ്. അപ്പം വെക്കാതിരുന്നൊരു സാധനം വെച്ചപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് റെഡിയായി. പിന്നെന്താ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ ഇവിടെ ചെന്ന് നോക്കണുണ്ട് കേട്ടോ. നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കും, നമ്മൾ എവിടെയാണോ അവിടെ അവനും നിൽക്കും. അങ്ങനെ പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി അമ്മ കുറച്ചാണ് ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ബീഫിന് കുറേ വേണം, കുരുമുളക് പൊടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് വീണ്ടും കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്തേ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ബീഫും പപ്പടം, ബീൻസ് തോരൻ, കിഴങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂട്ടി നമ്മൾ നന്നായിട്ട് കഴിച്ചേ. പിന്നെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹോം മെയ്ഡായിട്ട് വാങ്ങിയ കേക്കാണ്. എൻ്റെ ചേച്ചിയുടെ ഒരു കസിൻ ചേച്ചിയുടെ സിസ്റ്ററാണ് ഉണ്ടാക്കിയത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് 1/2 കിലോ കേക്കാണ്. ഞാനും അമ്മയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇത് ക്രിസ്മസിൻ്റെ അന്നല്ല കേട്ടോ കട്ട് ചെയ്തത്, 2 ദിവസം കഴിഞ്ഞിട്ടാണ്. മോന് ചെറിയ പനി ഉള്ളതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ